വിശ്വത്തിലെ ചൈതന്യവത്തായ വിഷ്ണുക്ഷേത്രങ്ങളിൽ ഉത്കൃഷ്ടവും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നതുമായ ദിവ്യസ്ഥാനമാണ് ഗുരുവായൂർ. ഈ പുണ്യഭൂമിയിലെ വിഗ്രഹത്തിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒരുകാലത്ത് കംസനെയും മറ്റ് അസുരന്മാരെയും നിഗ്രഹിച്ച് കുരുക്ഷേത്രയുദ്ധത്തിനു ശേഷം യാദവവംശം ഇല്ലാതായപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്റെ അവതാരോദ്ദേശം പൂർത്തിയായെന്ന് അറിഞ്ഞു. വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നതിനു മുൻപ് അദ്ദേഹം തന്റെ പ്രിയ ശിഷ്യനായ ഉദ്ധവരോട് ഒരു പ്രധാന കാര്യം പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കകം ദ്വാരകടലിൽ മുങ്ങിപ്പോകും. ദ്വാരകയിൽ യാദവകുലശ്രേഷ്ഠർ പൂജിച്ചിരുന്ന പാതാളാഞ്ജനശിലയിൽ തീർത്ത അതിവിശിഷ്ടമായ ഈ വിഗ്രഹം നീ പരശുരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണം. ഞാൻ ഭൂമി വിട്ടുപോയാലും ഈ വിഗ്രഹത്തിൽ എന്റെ പരിപൂർണ ചൈതന്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ വിഗ്രഹത്തെ ദർശിച്ചാൽ എന്നെ നേരിട്ട് ദർശിക്കുന്ന ഫലം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞതിനുശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്ധവർ ആ വിഗ്രഹവുമായി ദേവഗുരു ബൃഹസ്പതിയുടെ അടുത്തെത്തി. ഭഗവാൻ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് അറിയാതെ വിഷമിച്ച അവർക്ക് സഹായവുമായി വായുദേവൻ വന്നു. വായുദേവൻ പറഞ്ഞു, കേരളദേശത്ത് ഒരു ദിവ്യമായ കുളവും മനോഹരമായ ഉദ്യാനങ്ങളുമുള്ള സാക്ഷാൽ മഹേശ്വരന്റെയും ഉമയുടെയും സാന്നിധ്യമുള്ള മുനിമാരും സിദ്ധന്മാരും തപസ്സു ചെയ്യുന്ന ഒരിടമുണ്ട്, മമ്മിയൂർ. അത് ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ്. അങ്ങനെ ഗുരുവും ഉദ്ധവരും വായുദേവനും ചേർന്ന് ആകാശമാർഗം ഗുരുവായൂരിലെത്തി. കാർത്തിക മാസത്തിലെ ഉത്ഥാന ഏകാദശിയുടെ അന്ന് ധനുർലഗ്നത്തിൽ ഉമാമഹേശ്വരന്മാരുടെയും മറ്റ് ദേവന്മാരുടെയും മുനിമാരുടെയും സാന്നിധ്യത്തിൽ അവർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും ചേർന്ന് കണ്ടെത്തിയ ഊരിന് ഗുരുവായൂർ എന്ന് പേരുവന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നും നമ്മോടൊപ്പമുണ്ടാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.